ഇന്ന് ഡിസംബർ 6 ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ BR അംബേദ്കറിന്റെ ചരമദിനം. രാജ്യം അത് മഹാപരിനിർവാണ ദിനമായി ആചരിക്കുകയാണ്. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക ആമുഖമോ പരിചയപ്പെടുത്തലോ ആവശ്യമില്ലാത്ത ഒരാളാണ് ഡോക്ടർ ഭീംറാവ് അംബേദ്കർ അഥവാ ബാബാ സാഹേബ് അംബേദ്കർ. സ്വന്തം അവകാശങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരു ഭാരതീയനും നന്ദിയോടെ സ്മരിക്കേണ്ട ഒരു പേര് കൂടിയാണ് അംബേദ്കർ. സൈനികനായ രാംജി സക്പാൽ ഭീമാഭായ് ദമ്പതികളുടെ 14ാമത്തെ മകനായിട്ടാണ് 1891 ഏപ്രിൽ 14 അംബേദ്കർ ഉദയം ചെയ്തത്. മഹാരാഷ്ട്രയിലെ മഹർ എന്ന ദളിത് സമുദായത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനനം. ഇന്ത്യൻ ജാതി വ്യവസ്ഥയുടെ എല്ലാവിധ ചൂഷണങ്ങളും ഏറ്റുവാങ്ങിയ ഒരു ബാല്യവും കൗമാരവുമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഇന്ത്യൻ ഭരണഘടനാ ശില്പിയും സാമൂഹിക പരിഷ്കർത്താവും നിയമജ്ഞനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമൊക്കെയായിട്ട് ഇന്ന് ലോകം അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ യാത്ര അത്ര സുഖകരമായിരുന്നില്ല. ഒരു ദളിതനായി ജനിച്ചു എന്നതുകൊണ്ട് മാത്രം ജീവിതത്തിൽ അവഗണനകളും മാറ്റി നിർത്തപ്പെടലും എല്ലാം അനുഭവിക്കേണ്ടി വന്ന ഒരു ജീവിതമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിലെ നിയമനീതി മന്ത്രിയായിരുന്നു അദ്ദേഹം. ഇന്ത്യക്കായി ഭരണഘടന രൂപീകരിക്കാൻ ചുമതലപ്പെടുത്തിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനും കൂടിയായിരുന്നു അംബേദ്കർ. രാജ്യത്തിന്റെ വികസനത്തിനും സ്ത്രീകളുടെ ഉന്നതിക്കും വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച അദ്ദേഹം 1956 ഡിസംബർ 6 അന്തരിച്ചു. ഭാരതരത്ന നൽകി രാജ്യം അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തെ ആദരിക്കുകയും ചെയ്തു. അംബേദ്കർ ജനങ്ങളുടെ മനസ്സിൽ ജീവിക്കുന്നതിന് കാരണം ഇന്ത്യയിൽ ഏറ്റവും വിപ്ലവകരമായ മാറ്റം വരാൻ കാരണക്കാരൻ അദ്ദേഹമായിരുന്നതുകൊണ്ടാണ്. സമൂഹത്തിലെ അധസ്ഥിത ജനകൂടികൾക്ക് അദ്ദേഹം ഭരണഘടന നൽകി. അതിന്റെ സംരക്ഷണം ഉറപ്പാക്കി. അവർക്ക് വിദ്യാഭ്യാസം ചെയ്യാനും തൊഴിലെടുത്ത് മാന്യമായി ജീവിക്കാനും വോട്ട് ചെയ്യാനും അവസരമൊരുക്കി. അവർക്ക് രാജ്യത്ത് മനുഷ്യരെ പോലെ ജീവിക്കാനുള്ള അവകാശം ഉറപ്പാക്കി. 56 വർഷം മാത്രം നീണ്ട ജീവിതം കൊണ്ട് രാജ്യത്തിന് പ്രചോദനമായ ഡോക്ടർ BR അംബേദ്കറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ.